നമസ്കാരം. കാഞ്ചീരവം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ. ശാരീരികാരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് മാനസികാരോഗ്യവും. എന്നാൽ നമ്മൾ പനി, തലവേദന, വയറുവേദന എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ നിശബ്ദത പാലിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ നിശബ്ദത? മാനസികാരോഗ്യം എന്ന് പറയുന്നത് തന്നെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ സുഖത്തെയാണ്. നമ്മുടെ ഭക്ഷണക്രമം, വ്യായാമം, സമ്മർദ്ദം, മയക്കുമരുന്ന്, സാമൂഹിക ഇടപെടലുകൾ എന്നീ ജീവിതശൈലി ഘടകങ്ങളെയൊക്കെ നമ്മുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ വരാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരാം, ഊർജ്ജക്കുറവ് വരാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവപരമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നാറുണ്ട്. എല്ലാത്തിനും ഒരു മടുപ്പ് തോന്നാറുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ ഈ മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എപ്പോഴും നല്ല മാനസികാരോഗ്യമുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം എപ്പോഴും നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരമായിരിക്കും. അതേപോലെ തന്നെ മോശം മാനസിക സ്ഥിതിയിലുള്ള ആളുകളാണെങ്കിൽ അതെപ്പോഴും നമ്മുടെ ജീവിത നിലവാരം വളരെ കുറയ്ക്കാൻ അത് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മാനസികാരോഗ്യം എവിടെ ശ്രദ്ധിക്കാതെ പോകുന്നോ അത് ചിലപ്പോൾ നാളെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസരങ്ങളാകാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിദഗ്ധരെ സമീപിക്കുന്നതോ പുറം ലോകം അറിയോ എന്ന് പേടിയുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകൾ പേടിച്ചിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിശബ്ദത പാലിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ പങ്കുവെക്കുന്നതോ ഒരിക്കലും തെറ്റല്ല എന്നുള്ളൊരു ബോധമാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള വളരെ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കാൻ തുടങ്ങും. മുതിർന്നവരിൽ മാത്രമല്ല, അതേ അളവിൽ തന്നെ കുട്ടികളിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. ഉത്കണ്ഠ, ഡിപ്രഷൻ, അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ഈ സ്വഭാവപരമായിട്ടുള്ള വൈകല്യങ്ങൾ, പഠനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഇതിൽ നമുക്ക് പറയാൻ പറ്റും. യോഗ, മെഡിറ്റേഷൻ, വ്യായാമം, നല്ല ഭക്ഷണശീലം, അതുപോലെ ഉറക്കം എന്നിവയൊക്കെ നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ മാനസികാരോഗ്യത്തിനെ നല്ലതായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ ആവശ്യ സമയത്ത് നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കൗൺസിലർ തുടങ്ങിയവരെ നമുക്ക് കാണാൻ പറ്റും. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും